ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ മുമ്പ് കോഴിക്കോട് നടന്നത്. പറഞ്ഞു വരുന്നത് വിജിൽ തിരോധാന കേസിനെ കുറിച്ചാണ്. സരോവരം ബയോ പാർക്കിന് സമീപത്തുള്ള ചതുപ്പിൽ നിന്നും പ്രതിസന്ധികൾ നിറഞ്ഞ തിരച്ചിലിനൊടുവിലാണ് വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെടുത്തത്. ആ ഒരു തിരച്ചിലിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്, മഠത്തിൽ അസീസ്. അദ്ദേഹത്തിന് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് കേവലം പ്രതിഫലമല്ല, വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ആ ഒരു അനുഭവം പങ്കുവെക്കാനാണ് അസീസ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു തിരച്ചിൽ? വിജിലിൻ്റെ കരുതുന്ന ആസ്തികൾ കണ്ടെത്താനുള്ള ഒരു തിരച്ചിൽ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഫസ്റ്റിലെ ദിവസം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ടീം വന്ന് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് നമ്മളെ മെയിൻ റോഡിൽ ഞങ്ങളവിടെ നിന്ന സമയത്ത് ഈ പ്രതിനിയായിട്ട് പോലീസ് എത്തി. പോലീസ് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ അതായത് പ്രതിയാണ് മുമ്പിൽ തൊട്ട ബാക്കിൽ പോലീസ്, പിന്നെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ പ്രദേശം, അതായത് ഈ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്തതെന്ന് പറയുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്ന സമയത്ത് അവർ അത് ഒക്കെ നോക്കിയതിന് ശേഷം അവരെ വീണ്ടും പോലീസ് വണ്ടിയിലേക്ക് പ്രതികളെ കൊണ്ടുപോയി ഞങ്ങളത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ തയ്യാറായ സമയത്ത് അവിടെ ഏതൊരു സംഘടനയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. 250 മരത്തിൻ്റെ ശിഖരങ്ങളും അതോടൊപ്പം തന്നെ ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പട്ടയും പ്ലാസ്റ്റിക്കിൻ്റെ കയറും ആണി ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം കെട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവർ കാണിച്ചു തന്ന സ്ഥലം അത് ഒന്നായിട്ട് അവിടെ പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അത് ഫസ്റ്റിലെ ദിവസം ഞങ്ങൾ അതൊക്കെ മാറ്റി അവിടെ നോക്കിയ സമയത്ത് ഈ മരത്തടികൾ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര ഉള്ളോട്ട് എത്താൻ വേണ്ടി സാധിച്ചില്ല. എന്നാൽ പിന്നെ നാളെ എടുക്കാതെ വെച്ച് പിറ്റേന്ന് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്ത് വളരെ ദുർഘടം പിടിച്ച ഒരു സമയമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അത് നിർത്തി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. പിന്നെ അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല? പ്രതികൾ പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ മുമ്പാണ് ഈ സംഭവം. ഓണം കഴിഞ്ഞ് വീണ്ടും ഒരു തിങ്കളാഴ്ച അന്ന് രാവിലെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇറ്റാച്ചി JCB പോലുള്ള വലിയ വാഹനങ്ങൾ, അതായത് ആ പ്രദേശത്ത് എത്താൻ നോക്കുമ്പോൾ അവിടെ ഈ സാധനങ്ങളൊക്കെ പൂണ്ടുപോവുകയാണ്. ആടച്ചളി തന്നെ കണ്ടൽ മേഖലയാണ്. കണ്ടലിൻ്റെ ഈ ചളിയാണ് ഒരു ഭാഗത്ത്. ശരിക്കും 2 ഭാഗവും ഒരു തെങ്ങിൻ്റെ തോപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടയാണ്. ഈ നടയിൽ വാഹനം അവിടെ പൂണ്ടുപോകുന്ന സമയത്ത് തോട്ടിലേക്ക് ഈ ചളി ഇങ്ങനെ പൊന്തുകയാണ്. ഒരു അത്രയും വലിയൊരു പ്രയാസം ഉണ്ടാക്കണം. എന്താണെങ്കിലും പ്രതികൾ ചൂണ്ടിക്കാണിച്ച് നിന്ന സ്ഥലത്ത് ഞങ്ങൾ 5, 6, 7 ദിവസം പോലെ ആ പ്രദേശം, അതായത് ഒരു 15-20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുള്ള ഒരു തോട്ടിൽ ഞങ്ങൾ മൊത്തം 100 മീറ്ററോളം ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും പ്രദേശം ഞങ്ങൾ നല്ല രീതിയിൽ കുഴിച്ച് നല്ല നോക്കിയിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ അസ്ഥി കിട്ടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഈ അദ്ദേഹത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു ഷൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ നോക്കുമ്പോൾ 2 കല്ലടിയിലുണ്ട്. എന്തായാലും നാളെ നമുക്ക് ആ കല്ലുള്ള ഭാഗത്ത് സെർച്ച് ചെയ്യാന്നുള്ളതിലേക്കാണ് ഞങ്ങൾ പിരിഞ്ഞു പോന്നിട്ടുള്ളത്. ആ കല്ലിൻ്റെ അടിയിൽ നിന്നാണ് പിന്നീട് ഈ അസ്ഥികൾ കിട്ടിയതല്ലേ? അല്ല, ആ കല്ലിൻ്റെ അടി നല്ല കിട്ടി. ആ കല്ല് ഞങ്ങൾ അന്ന് തന്നെ രാവിലെ ഞങ്ങൾ ഇറങ്ങി, ഇതുപോലെ ഞാനും എൻ്റെ ടീമും ഇറങ്ങി നോക്കിയ സമയത്ത് ആ കല്ല് 2 അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ലാസ്റ്റ്, അതായത് ഈ തോടിൻ്റെ കിഴക്ക് ഭാഗത്തുനിന്ന് സെർച്ച് ചെയ്ത് പോരാന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ കൂടുതൽ 6 ആളുകളും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റുള്ള എല്ലാ സംഘടനയും, എല്ലാ ആളുകളും പാടെ ഒന്നിച്ച് കൂട്ടമായിട്ട് ഇന്ന് എടുത്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഞങ്ങളതിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ആ കിഴക്ക് ഭാഗത്ത് തോട്ടിലേക്ക് ഈ കായലിൻ്റെ വലിയൊരു ഇതും അതോടൊപ്പം തന്നെ വലിയൊരു സീമക്കൊന്നൻ്റെ മരവും ഈ വെള്ളത്തിലേക്ക് തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് ഫയർഫോഴ്സിൻ്റെ കട്ടർ കൊണ്ടൊന്ന് വെട്ടി മാറ്റി JCBൻ്റെ ഇറ്റാച്ചിൻ്റെ കൈ കൊണ്ട് അത് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ സിറിഞ്ച് അതോടൊപ്പം തന്നെ കടുക്കൻ്റെ തോടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ പ്രയാസം ഉണ്ടായി. കാരണം വെള്ളത്തിൽ കാണുന്ന ഈ ഇറങ്ങാൻ വേണ്ടി പോകണം. ആ സമയത്ത് ഈ സിറിഞ്ച് പോലുള്ള കാലിന് തറച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക്. എന്തായാലും ദൈവാധീനവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതിനാ പോകണമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിലും ഇത് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഇത് വലിയൊരു മാധ്യമ ഇതുണ്ടായ സമയത്ത് ആളുകൾക്ക് പറഞ്ഞ് ഇന്നെങ്ങനെങ്കിലും കിട്ടിയാൽ മതിയെന്നാണ് നാട്ടുകാരെല്ലാവരും പ്രാർത്ഥന. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്നുള്ള ഇതും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അവിടേക്ക്
വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാനും എൻ്റെ ടീം ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയത് ഒരു കല്ലിൻ്റെ മുകളിലേക്കാണ്. അങ്ങനെ ആ കല്ല് കാലുകൊണ്ട് തപ്പി നോക്കിയ സമയത്ത് ഒരു കല്ല്, പിന്നെ അത് കഴിഞ്ഞ് 2 കല്ല്, പിന്നെ അങ്ങനെ കല്ലുകൾ നോക്കിയപ്പോൾ പിന്നെ ഒരു 6-7 കല്ലുകളാണ് നമ്മൾ പിന്നെ ഞങ്ങൾ അപ്പം വിരലുകൊണ്ട് കാലിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടി നോക്കിയപ്പോൾ കയറ് കാണാണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറഞ്ഞ് സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെക്കാട്ടിലും വലിയ സന്തോഷം ഉദ്യോഗസ്ഥന്മാർക്കാരും വലിയ സന്തോഷം, മോട്ടറിനേക്കാൾ വലിയ സന്തോഷം. അതായത് ആ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബോഡി സെർച്ച് ചെയ്ത് അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു. ടീമെന്ന് പറഞ്ഞാൽ എല്ലാവരും. അപ്പോൾ ഈ എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം എടുത്തത് ഒരു കല്ല്, പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് 2 വാരിയെല്ലാം പിന്നെ ഞങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓരോന്നായിട്ട് 54 പീസാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഞങ്ങളെ തന്നെ കേട്ടോ. ഞങ്ങളുള്ള ഈ 6 ആളുകളാണ് കംപ്ലീറ്റ് ഈ ചളീൻ്റെ അടിയിൽ നിന്നും. എന്താ വെച്ചാൽ ഇത്രയ്ക്ക് ചളി ഈ ചളീൻ്റെ അടിയിൽ നിന്ന് കുമ്പിട്ടിട്ടാണ് ഞങ്ങൾ ഈ ഓരോ സാധനങ്ങൾ എടുത്ത് മാത്രമല്ല അതിൻ്റെ പുറമെ എന്ന് പറഞ്ഞാൽ 52 പീസാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പീസ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള പീസ് ഇതാണ്. ഈ 52 പീസുകൾ ഇത് താടിൻ്റെ എല്ല് പല്ലടക്കമുള്ളത്, ഇത് കഴുത്തിൻ്റെ എല്ല്, അതോടൊപ്പം തന്നെ വാരിയെല്ലുകൾ, അതോടൊപ്പം ഇതിൻ്റെ നട്ടെല്ലുകൾ, കാല് എല്ലാ സാധനവും പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞങ്ങൾ ഈ 6 ആളുകളുടെ ഇടയിൽ മുഴുവൻ സാധനം. അതായത് ഇടത്തെ കൈയിൻ്റെ മുട്ടിൻ്റെ മേലോട്ടുള്ളൊരു പീസും തലോട്ടിയും മാത്രമാണ് കിട്ടാനുള്ളത്. ബാക്കിയെല്ലാം അത്രയും ചളിയുന്നു. അതായത് ഏതാണ്ട് 1.5 മീറ്റർ ചളീൻ്റെ അടിയിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പിന്നെ കൂടുതലുകൾക്കും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് കിട്ടിയോടുകൂടി ഞങ്ങൾക്ക് അത് എടുത്ത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ പ്രതികളുടെ 2ാമത്തെ കസ്റ്റഡി കാലാവധി കഴിയുന്ന അവസാന ദിവസമാണല്ലോ ഈ അസ്ഥികൾ കിട്ടിയതല്ലേ? അതെ, ഈ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ 3 മണിക്ക് കറക്റ്റ് സമയം അറിയില്ല. 3 മണിക്കെട്ടോ അവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത് ഹാജരാക്കി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കോടതിയിൽ നിന്ന് ജാമ്യം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്താണ്. പിന്നെ 3ാമത്തെ പ്രാവശ്യം കിട്ടുമോ എന്നുള്ള കോടതിയും നമ്മളെ ഇതിന് മക്കാറ് ഒത്തിരിക്കല്ലോ. കോടതിയിൽ നിന്ന് പിന്നെ കിട്ടില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പിന്നെ പോലീസിൻ്റെ ഒരു ഇതുവലക്കും. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2ാം ഘട്ടത്തിൽ പോലീസിന് കിട്ടിയത് മാത്രമല്ല, ഞങ്ങളെ ഈ പിന്നെ ജീവിതത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് ഇപ്പം പിന്നെ ഒരു 1.5-2 വർഷമായി എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആളുകളും 5 ആളുകളും എന്നോടൊപ്പം കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് ദുരന്ത മേഖലയിൽ ഒരുപാട് 5 ദിവസം 10 ദിവസം 15 ദിവസം 20 ദിവസം പഴക്കമുള്ള ബോഡിയൊക്കെ എടുക്കാനും അതോടൊപ്പം കവർ മാറ്റി പുറത്തൊക്കെ ഇറക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ടെൻഷനും പ്രയാസവും അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. എന്തായാലും എല്ലാവരും ഇപ്പം എൻ്റെ കൂടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ഈ ഗടാവർ എന്ന് പറയുന്ന നായക്കൾ 2ഉം, പിന്നെ അതോടൊപ്പം JCB, ഇറ്റാച്ചി, മോട്ടറിൻ്റെ ആളുകൾ എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രതിഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ ചളി തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായത്. നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. തീർച്ചയായിട്ടും ചളി തന്നെയാണ്. ഈ ചളി മാത്രമല്ല, ഒന്നും വെച്ചാൽ ഈ ബോഡി അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒഴുക്കില്ല. അപ്പോൾ ഈ ബോഡി അതോടൊപ്പം തന്നെ അതിൽ നിന്ന് 1-2 മൃഗങ്ങളെ, അതായത് ഒരു തല എൻ്റെ സുഹൃത്തിനെ കിട്ടിയത്, ഒരു മൃഗത്തിൻ്റെ ചെറിയൊരു തല, പൂച്ചയാണോ മറ്റ് ഈ നീർനായാണോ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെതും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു 3 ദിവസം 4 ദിവസം മുമ്പേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തു നിന്ന് അതേമാതിരി തോട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മാന്തി എടുക്കുന്ന സമയത്ത് ആമൻ്റെ തോട്, അപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷയായി പഠിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പോൾ നോക്കും അങ്ങനെ ഒരുപാട് ആമൻ്റെതായാലും ഇതിൻ്റെതായാലും എല്ലാ സാധനവും അലിഞ്ഞു ചേർന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് എന്താണെങ്കിലും ഈ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരിട്ട് അങ്ങനെ വെറുതെ ഒരു ഫോർമാലിറ്റി അറിയില്ല. ഇപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ കണ്ടല്ല പ്രദേശം. നമ്മളൊരു കല്ല് താഴോട്ട് ആ വെള്ളത്തിൽ കിട്ടാൽ അത് നൊരഞ്ഞിങ്ങനെ പൊന്തുകയാണ്, ചളിയും മറ്റുള്ള സാധനങ്ങളും മുഴുവൻ. എങ്ങനെയാണ് എടുത്തത്? പുറത്തേക്ക് എടുത്തത് എങ്ങനെയായിരുന്നു? ആഴത്തിൽ ഇറങ്ങിയെടുത്താണോ? ആഴത്തിലേക്കല്ല, ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഈ ഒരു സാധനം നിസാരാണെങ്കിലും ഞങ്ങളിപ്പോൾ ഈ അസ്ഥി ഇങ്ങനെ അടിയിൽ കാണുന്നുള്ള സമയത്ത് ഞങ്ങൾ ഇത് പിന്നെ ഒരു മനുഷ്യൻ്റെ വിരൽ കൊണ്ട് ഇത് നോക്കിയാൽ കാണുന്ന തപ്പിയെടുക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഈ സാധനങ്ങൾ ഞങ്ങൾ എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതലുള്ള ആളുകൾ മുഴുവനും കൈയിട്ടിട്ട്, അതായത് കൈയിടുക എന്ന് പറഞ്ഞാൽ ഒരു ചെവി ഒരു ഭാഗത്ത് വെള്ളത്തിലാണ്, എന്നിട്ട് കുമ്പിട്ട് എത്ര ഇഞ്ചിട്ടാണ് എടുക്കുക, അങ്ങനെ വളരെ പ്രയാസം. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള മിർഷാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെയുള്ള ഒരാളാണ് അദ്ദേഹം. പിന്നെ അതോടൊപ്പം ഇതേമാതിരി വേറെ 5 ആളുകളുണ്ട്. കൂടെയുള്ള ആളുകളും എല്ലാവരും നല്ല പിന്നെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ 54 പീസ് മുങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ല് തന്നെയാണ്.
ഇതിപ്പം 42 വർഷമായി ഇങ്ങനെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു പറഞ്ഞു. ഇതെങ്ങനെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിയത്? സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലേക്ക് മാറിയത് എങ്ങനെയാണ്? എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആളുകളൊക്കെ മരണപ്പെട്ടിട്ട് ഈ ശവമഞ്ചിൽ കാലി കൊണ്ടുവന്ന് നടക്കുന്ന സമയത്തടക്കം എനിക്ക് പേടിയാണ്, ഉറക്കം കിട്ടാത്തൊരു സമയം. പക്ഷേ വീട്ടിലെ പട്ടിണിയും പാരാബ്ദവും കണ്ട് അക്കാലത്ത് ഞാൻ 17-ാം വയസ്സിൽ കൂലിപ്പണിക്ക് പോയതാണ്. കൂലിപ്പണിക്ക് എന്ന് പറഞ്ഞാൽ മറിച്ചൊന്നുമല്ല, കോട്ടുമ്മൽ എന്ന് പറഞ്ഞ അത് തിരുവണ്ണൂർ കോട്ടുമ്മൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് തോണിയിൽ മണൽ കൊണ്ടുവന്ന് ആ മണൽ തലയിൽ കയറ്റിയിട്ട് ഒരു വീടിൻ്റെ തറ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പണിയെടുത്ത് ഏതാണ്ട് ഒരു 10-11 മണിയായപ്പോൾ ഒരു 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 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ കേട്ട്. അയ്യോ എന്ന് അറിയിട്ട് എല്ലാവരും പാടെ കൂടി സ്ത്രീകളെ കരച്ചിലാണ് കേൾക്കുന്നത്. ഉടനെ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം കൊട്ട താഴോട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്ത് ഓടി അവിടെ എത്തിയപ്പം പിന്നെ ഒരു ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി വെള്ളത്തിൽ വീണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രദേശത്തുള്ള കർഷക തൊഴിലാളികൾ, ആ പ്രദേശത്തെ ആളുകൾ ഒക്കെ, ഞങ്ങൾക്ക് ആ പ്രദേശം വലിയ പരിചയമില്ല, പിന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ലേ, 17 വയസ്സല്ലേ. അവിടെ ചെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം. വീണ്ടും അമ്മ കൈ നെഞ്ഞത്തടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികൾ ആരെങ്കിലും ചാടി മക്കളെ, അല്ലേ ഞാൻ ചാടും എന്ന് പറയും. അപ്പം നോക്കുമ്പോൾ ഞാൻ എന്തോ യാദർച്ഛികമായിട്ട് ചാടിപ്പോൾ ആളുകൾ പറയും ഈ വെള്ളത്തിൽ വീണ ആളുകളെ കാല് പിടിക്കണം, അല്ലെങ്കിൽ തല പിടിക്കണം, അല്ലെങ്കിൽ മുടി പിടിക്കണം എന്നൊക്കെയാണ് പറയാം. പക്ഷേ എന്താണെന്നറിയില്ല, കുട്ടി ഞാൻ അങ്ങോട്ട് ചാടും, കുട്ടി ഇങ്ങനെ മറിഞ്ഞ് പൊന്താണ്. എവിടേക്കോ പിടിച്ചിട്ട് കുട്ടീനെ കരയിൽ കയറ്റിയപ്പോൾ ഉമ്മ അരച്ചുകൊണ്ട് നിൽക്കുന്ന നാളികേരം കുട്ടി വാഴയിലിട്ട് തിരിഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു വലിയ ഒഴുക്കുള്ള ഒരു തോട്ടിലേക്കായിരുന്നു. അങ്ങനെ കുട്ടീനെ ഞങ്ങൾ കരക്ക് കയറ്റിയപ്പോൾ കുട്ടി ഈ നാളികേരം ഛർദ്ദിക്കുകയും ചെയ്തിട്ട് കുറച്ച് അപ്പിയും പോകുന്നുണ്ട്. അങ്ങനെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പാടെ കൂടി ആ കുട്ടീനെ എടുത്ത് നേരെ കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറുവണ്ണൂർ കോയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നത്തെ മിംസ് ഒന്നും അന്നില്ല, തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലൊന്നുമില്ല. അങ്ങനെ അവിടെ കൊണ്ടുപോയ സമയത്ത് ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആളുകൾ തോന്നി കുട്ടി മരണപ്പെട്ട് പറഞ്ഞപ്പോൾ പിന്നെ അതോടുകൂടി ഞങ്ങൾ പണി ലീവാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിൽ പട്ടിണിയാണ്. ആ സമയത്തൊക്കെ ഞങ്ങളെ വീട്ടിൽ ഈ കപ്പ അതോടൊപ്പം പന ഇടിച്ചിട്ട് പൊടിയാക്കുന്നത്, അല്ലെങ്കിൽ ഈ പൂളക്കണ്ടം അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നേന്ത്രവാഴൻ്റെ അടിയിലെ കിഴങ്ങ്, ഇതൊക്കെയാണ് ഞങ്ങളെ അന്ന് പുഴുങ്ങി തിന്നുക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ തിന്നണമെങ്കിൽ ഞങ്ങൾക്ക് അരിഭക്ഷണമൊന്നും അന്നില്ല ഉണ്ട് അതൊക്കെ അങ്ങനത്തെ ആളുകൾക്കേ ഉള്ളൂ. ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ടവർക്കൊന്നും അതില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഉമ്മനോട് പറയുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ഉമ്മ പറയും, സാരില്ല, ആക്കെ നന്നായി, ആക്കെ നല്ലതാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനം ചെയ്യുന്ന എക്കാലത്തും നല്ലതാണ്, പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുണ്യം അറിയിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ 4 ദിവസം ആ പ്രദേശത്ത് പോയപ്പം അവിടെ ഒരു കാരണവരായ ഒരാൾ വന്ന്, മക്കളെ നിങ്ങളെ കൂടുന്ന ആരാ എടുത്തതെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞു, ഓൻ കുരുത്തക്കേടാണ്, പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പോൾ അയാൾ പറഞ്ഞു, അതല്ല, നിങ്ങളെ കുട്ടീനെ നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും പിന്നെ ആളുകൾ ഇവിടെ നോക്കിയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ കൂടുത്തുന്ന ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഒന്ന് ആ ചാടി എടുക്കണമെങ്കിൽ, അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ എത്ര ആളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 6 ആളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ 6 ആളുകളും എൻ്റെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കണം. അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയപ്പം മഞ്ഞ നിറത്തുള്ള ചോറും ഇറച്ചിയും ഇളവനിട്ടൊരു കറിയാണ്. അതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 10 ലക്ഷം ഉറുപ്പ്യ തന്നാൽ അത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം അത്രയെന്ന് പറഞ്ഞാൽ അരിഭക്ഷണം വളരെ കിട്ടാത്തൊരു ഒരു സമയമാണ് അക്കാലം. ആ സമയത്താണ് ഞങ്ങൾക്ക് വയറ് നിറച്ച് ചോറ് കിട്ടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നാട്ടിൽ വന്ന് ഉമ്മനോടും മറ്റവരോടും എല്ലാവരോടും പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, മരിച്ച വീട്ടിൽ നമ്മളോട് പിന്നെ ആരും വിളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്നൊരു സുഖമില്ലാതെ വന്ന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മളോട് ആരും പറയേണ്ടതില്ല, അവിടെ നമുക്ക് കയറിച്ചില്ല. പക്ഷേ നമുക്ക് ഒരു വിവാഹം മറ്റ് ആഘോഷ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് വിളിച്ചെങ്കിലേ പോകാൻ പറ്റുള്ളൂ. എല്ലാത്ത സ്ഥലത്തേക്കും നമ്മൾ ധൈര്യത്തിൽ കയറിപ്പോവാം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് പടച്ചവൻ്റെ ഭാഗത്ത് ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ, അതായത് പൊതുജനങ്ങൾ ഇന്ന് വരെ നമ്മൾ അംഗീകരിക്കാത്തൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടം തന്നെ വേറെ ഒന്നുമല്ല, നമ്മളെ കയ്യിൽ പൈസ ഇല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുള്ളവൻ്റെ കയ്യിൽ മാത്രമേ അതുള്ളൂ. പാവപ്പെട്ടവനൊന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. ആ സമയത്താണ് ഇതുപോലുള്ള ആളുകളുടെ നമ്മളൊരു വൈറലാകുന്നത്. അത് പടർന്ന് പന്തലിച്ച് ഇന്നത്തെ ഈ സമയം വരെ ഇപ്പം 4230 ബോഡി, 30ാമത്തെ ബോഡിയാണ് നമ്മൾ വിജിലിൻ്റെതെന്ന് പറയുന്നത്. ആ ബോഡിയൊക്കെ പെറുക്കിയെടുക്കാനും, ഏതോടൊപ്പം അതിൻ്റെ 2 ദിവസം മുമ്പേ ഞങ്ങളെ കൂടെയുള്ള ഈ 6 ആളുകളും ഞങ്ങൾ പിന്നെ തോപ്പയിൽ ഖബർസ്ഥാനിൽ പോയി അസീം എന്ന് പറഞ്ഞ ഒരാളെ മൃതദേഹം ഖബറിന്ന് മാന്തി പുറത്ത് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും പടച്ചവൻ്റെ ഭാഗത്ത്, അതോടൊപ്പം നാട്ടുകാരുടെ ഭാഗത്ത് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ദുർഘടം പിടിച്ച ഈ ചളിയിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾ ഈ തോതിലായിട്ടുള്ളത്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് അസീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം അറപ്പോട് കൂടി മാറി നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് അസീസ്. ഇനിയും ഇതുപോലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അസീസിന്റെ തീരുമാനവും. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.